ഹായ് ഹലോ ഗുഡ് ഈവനിങ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ ഞാനിന്ന് പറയാമെന്ന് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു 45 ദിവസമായിട്ട് ഗ്യാസിന് ബുക്ക് ചെയ്തിട്ട് എനിക്ക് ഗ്യാസ് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഞാനത് എന്തുകൊണ്ടാണ്, എന്നിട്ട് അത് ക്യാൻസൽ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നായിരുന്നു. അപ്പോൾ ഞാനത് എന്താണെന്ന് വിളിച്ചിട്ട് അവിടെ ഓഫീസിൽ ഫോൺ എടുത്തില്ല. ഞാനങ്ങനെ ഇവിടെ നിന്ന് തിരക്കി ഓഫീസിൽ ചെന്നപ്പോഴത്തേക്ക് അറിയുന്നത് KYC അപ്ഡേഷൻ ചെയ്യാത്തതെല്ലാം ക്യാൻസലായി പോവുകയാണെന്ന്, അതുപോലെ മരണപ്പെട്ട ആളുടെ പേരിലിരിക്കുന്നത് മാറ്റിയില്ലെങ്കിൽ അത് ക്യാൻസലായി പോകും. അപ്പം ഞാനിവിടെ ഇവിടെ ചെന്ന് ഒന്നിന്ന് ആധാറെല്ലാം കൊടുത്ത് റേഷൻ കാർഡ് കൊണ്ടുപോയി, റേഷൻ കാർഡിലെ നമ്പർ അങ്ങനെയുള്ള എല്ലാം കോപ്പി എടുത്ത്, റേഷൻ കാർഡിൻ്റെ കോപ്പി ഇവിടെ കൊടുക്കണ്ട, ആധാറിൻ്റെ കോപ്പിയും നമ്മുടെ എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ ചെയ്തതെന്നുള്ള അപേക്ഷ അതിൻ്റെ എല്ലാം പൂരിപ്പിച്ച് കൊടുത്ത് നമ്മുടെ ഫോട്ടോ എല്ലാം കൊടുത്ത് ശരിയാക്കിയ ശേഷം ഇനിയും ഒരാഴ്ച ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളെ വിളിക്കുമ്പോഴത്തേക്ക് ഇവിടെ വീണ്ടും ചെല്ലണം. അപ്പോൾ ചെല്ലുമ്പോൾ മാത്രമേ നമുക്ക് ഗ്യാസ് വീണ്ടും നമുക്ക് പിറ്റേ ദിവസം അവിടെ നിന്ന് തിരിച്ചു വന്ന ശേഷം ബുക്ക് ചെയ്ത് ഗ്യാസ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ക്യാൻസലായെങ്ങാനും പോയിട്ടുള്ളവർ അവിടെ ചെല്ലുക, ഓഫീസിൽ ചെന്നിട്ട് ചോദിക്കുക. ഇത് ഞാൻ ഇത്രയും താമസിച്ചത് എൻ്റെ കുഞ്ഞിൻ്റെ മരണം ആയപ്പോൾ അവൻ്റെ പേരിലായിരുന്നു ഗ്യാസ്, അപ്പോൾ മാറ്റിയില്ലായിരുന്നു. അങ്ങനെയാണ് അത് ബുക്ക് ചെയ്തപ്പോഴത്തേക്ക് ക്യാൻസലായിപ്പോയി. അപ്പോൾ അതൊന്ന് മാറ്റി ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്ത് മാറ്റി എല്ലാം ചെയ്തിട്ടാണ് ഞാനിന്ന് വരുന്നത്. ഇപ്പോൾ കൂട്ടുകാർ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പോയി ചെയ്യുക. പക്ഷേ അങ്ങനെ അല്ലാത്തവർക്ക് ഇപ്പോൾ ഗ്യാസ് ക്യാൻസലായതൊന്നും കൊടുക്കുന്നില്ല, ഇപ്പോൾ ചെയ്യുന്നില്ല അതൊന്നും. പക്ഷേ മരണപ്പെട്ടു പോയവർക്കുള്ളത് ഒരു പേര് മാറ്റി എല്ലാം കൊടുക്കുന്നുണ്ട്. പേര് മാറ്റിയാൽ മാത്രമേ നമുക്കിനി ഗ്യാസ് കിട്ടത്തുള്ളൂ. അപ്പോൾ കൂട്ടുകാരങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ, ആരെങ്കിലും ഒന്നും അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ പോയി ഒന്ന് ഗ്യാസിൻ്റെ ഓഫീസിൽ തന്നെ ചെയ്യുക. അപ്പോൾ ഗ്യാസ് നമുക്ക് കിട്ടും. ഇനി ഞാൻ പറയാമെന്ന് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ടിപ്സ് കൂടി പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ടിപ്സ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ വയസ്സായ അപ്പച്ചനും അമ്മച്ചിയൊക്കെ, അതായത് മുത്തശ്ശനും മുത്തശ്ശി എന്ന് വേണമെങ്കിൽ പറയാം, അവരൊക്കെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വയസ്സായി വരുമ്പോൾ, അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ തന്നെ പ്രായത്തിൽ 40 വയസ്സ് വരെ എല്ലാവരും നല്ല രീതിക്ക് 40 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന ജീവിതമാണ്. നഖമായാലും പല്ലായാലും മൂക്കായാലും കണ്ണായാലും എല്ലാം. അപ്പോൾ നമ്മൾ അങ്ങോട്ടുള്ള ജീവിതത്തിൽ തലമുടിയായാലും എല്ലാം ഡഗ്ഗിയുടെ പുറത്തൊക്കെ പോകുന്ന ആൾക്കാർ മിക്ക ആൾക്കാർക്കും പെട്ടെന്ന് നരയും അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പം നമുക്ക് ഇന്ന് ഞാൻ പറയാമെന്ന് എന്താണെന്ന് പറഞ്ഞാൽ, ഈ ചില ആൾക്കാർക്ക് വാതത്തിൻ്റെ പ്രശ്നം കൊണ്ട് കയ്യും കാലും ഒക്കെ ചുട്ട് നീറ്റിൽ അനുഭവപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടിപ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെന്ന് പറഞ്ഞാൽ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ മഞ്ഞൾപ്പൊടി, സാധാരണ മഞ്ഞൾപ്പൊടി എടുത്തതിന് ശേഷം അത് ഗോമൂത്രത്തിൽ ചാലിച്ച് നമ്മൾ പുരട്ടുകയാണെങ്കിൽ ഈ ഒരു അസുഖത്തിന് വളരെ നല്ല ഒരു റിസൾട്ടാണ് കിട്ടുന്നത്. കൂട്ടുകാരെ, ഗോമൂത്രം എന്ന് പറയുമ്പോൾ വിചാരിക്കുകയോ ഇതൊക്കെ എവിടെ കിട്ടാനോ, അല്ലെങ്കിൽ പശു എല്ലാ മിക്ക സ്ഥലങ്ങളിലുണ്ട്, അവിടെ ചെന്ന് നിങ്ങൾ എടുക്കുക. അതൊന്നും യാതൊരു പാർശ്വഫലങ്ങളും ഒന്നും ഉള്ളതല്ല. ഗോമൂത്രത്തിൽ ചാലിച്ച ഗുളിക തന്നെ ഉണ്ട്. കാരണം കരളിൻ്റെ അസുഖത്തിന് നമ്മൾ കഴിക്കുന്ന ഏതാണ്ടൊക്കെ ഉള്ള ഇതിനൊക്കെ ആ ഒരു ഗുളിക ഉപയോഗിക്കാറുണ്ട്. കരളിൻ്റെ അസുഖത്തിന് ഗോമൂത്രത്തിൻ്റെ ഒരു ഗുളികയ്ക്ക് തന്നെ ഒരു സ്മെല്ലുണ്ട്. അപ്പോൾ നിങ്ങളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെയുള്ള വയസ്സായ അപ്പച്ചനും അമ്മച്ചി, അല്ലെങ്കിൽ തന്നെ നമ്മൾ തന്നെ പ്രായമായി വരുമ്പോൾ നമുക്ക് തന്നെ അത് ആവശ്യമുള്ളൊരു ഘടകമാണ്. അപ്പോൾ നിങ്ങളത് ചെയ്തു നോക്കുക. അപ്പോൾ ഈ ഒരു ടിപ്സ് പറയാനാണ് ഞാൻ ഇന്ന് വന്നത്. വേറെ ടിപ്സൊന്നും ഇന്ന് പറയുന്നില്ല, നാളെ പുതിയ ടിപ്സുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അപ്പോൾ കൂട്ടുകാർക്ക് എൻ്റെ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നടക്കണം. ഓക്കെ,